ഒരു രണ്ടുപേരെ കവിത പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു രാത്രി കൂടി എന്നുള്ള കവിതയിലാണ്. പക്ഷേ ഇതിൻ്റെ സന്ദർഭം വേറെയാണ്. ആ വരികൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഈ ട്രൂത്തില്ല, എക്സ്പ്ലോറിങ് ട്രൂത്തില്ല, അത് ഏകദേശം അത് ആശയമായിട്ട് തന്നെയാണ്. അതായത് ഒരു തുള്ളി നേരിനെ പല പൊതിഞ്ഞു പല നിറമാർന്ന ചരടുകൾ ചുറ്റിയേ കിട്ടും. ഒരു തുള്ളി നേരിനെ ഒരു തുള്ളി നേരിനെ പല പൊതിഞ്ഞു പല നിറമാർന്ന ചരടുകൾ ചുറ്റിയേ കിട്ടും. ഈ നിറമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഈ ഹാസ്യം അതുപോലെയാണ്. ഈ നിറം ഹാസ്യത്തിൻ്റെ ഈ നിറച്ചാടുകൾ ചുറ്റിയിട്ട് ഈ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യമാണെന്ന് നമ്മൾ പറയുന്നത്. പ്രജ്ഞാഷാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും നിങ്ങളെ ഏറ്റവും വലിയ ഹാസ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യവുമായിരിക്കും. ഇപ്പൊ ഷായുടെ കാര്യം പറയുമ്പോൾ അതുപോലെ കാര്യങ്ങളെ പറയും. പുസ്തകത്തെ പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കത്തില്ല പത്രം. അതായത് ഈ ഷായും ചെസ്റ്റർട്ടണും അവർ രണ്ടൊരു സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ എപ്പോഴും പത്രവൈദ്യകളാണ്. നമ്മുടെ EV കൃഷ്ണപിള്ളയും മുൻഷിപ്പരപിള്ളയും മാതിരിയാണ്. ഈ ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഒരുത്തർ ഭയങ്കര വണ്ണം, ഒരുത്തർ തീരെ മേഞ്ഞയാണ്. അപ്പൊ ഒരു ദിവസം ഇവരിങ്ങനെ ഒരു ഒറ്റയടിപ്പാതയിലൂടെ ചെസ്റ്റർട്ടൺ അങ്ങോട്ട് പോകുന്നു, ബെർണാഷ ഇങ്ങോട്ട് വരും. അപ്പോൾ ചെസ്റ്റർട്ടൺ പറഞ്ഞു, ബെർണാഷ പറഞ്ഞു, ചെസ്റ്റർട്ടൺ നിങ്ങൾ വഴി മാറും. അപ്പോൾ ചെസ്റ്റർട്ടൺ പറഞ്ഞു, ഞാൻ കഴുതകൾക്ക് വഴിമാറി കൊടുക്കാറില്ല. അപ്പൊ ഷാ പറഞ്ഞു, ഞാൻ മാറി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ പുള്ളി മാറിയിരുന്നു. അതുപോലെയാണ് ഷായുടെ ഒരുപാട് ഫലങ്ങളുണ്ട്. അതിൽ കുഞ്ഞത്തമ്പേരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ള, ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞത്തമ്പേര് ജീവിച്ചിരുന്നത് 1705 മുതൽ 1775 വരെയാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ വളരെ നിർണായകമായ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയൊക്കെ ചരിത്രത്തിലെ വളരെ നിർണായകമായ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ ഒരു 1729 മാർത്താണ്ഡവർമ്മ ഈ പൂർണ്ണമായിട്ടും 29 മുതൽ 58 വരെയാണ്. അതിൽ ഒരു 1740 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവർ ഈ അമ്പലപ്പുഴയ്ക്ക് കീഴടക്കുന്നത്. അതോടെ മാർത്താണ്ഡവർമ്മയുടെ ആശ്രമത്തിൽ അങ്ങോട്ട് പോയായിരുന്നു. അതുവരെ അമ്പലപ്പുഴ ജീവിച്ച ജീവിതം, അതും പാലിയത്തിന്റെ അവിടെ ജീവിച്ച ജീവിതം, അതും വേറെ ചില പ്രഭുക്കളുടെ ആശ്രയമായിട്ട് ജീവിച്ച ജീവിതം, ഇക്കാലത്ത് എഴുതിയ ഈ കാലഗണന അനുസരിച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹം എഴുതിയ കൃതികൾ നമുക്ക് നോക്കിയാൽ ആ കാലത്തെ രാജഭരണവും രാജാധികാരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെ അതാണ് സംഭവം. അപ്പൊ അതോടെ ആ ഒരു അവിടെ ഉരുണ്ടുകൂടിയ ആ ഒരു ഈ ടെൻഷന്റെ അന്തരീക്ഷം മാറി കിട്ടി. അപ്പൊ അതുപോലെ അത്തരം ഈ സമൂഹത്തെ നവീകരിക്കാനുള്ള ശേഷി ഹാസ്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഇപ്പൊ നർമ്മ രസായനം, ഞാൻ ആയുർവേദത്തിലെ രസായനത്തെ പറ്റി അല്ല പറയുന്നത്. നമ്മളൊരു നല്ല കഥ കേൾക്കുമ്പോൾ ചില പലതും കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെന്ന് പറയുന്നത്, നല്ല രസമുണ്ട് എന്നുവെച്ചാൽ നമുക്ക് സന്തോഷത്തിന് വായി നൽകുന്ന ഒരു കാര്യമാണ്. ആ ഒരു നർമ്മത്തിലൂടെയുള്ള രസത്തിന്റെ ഒരു യാത്ര നമ്മുടെ മനസ്സിലൂടെ സംഭവിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. അത് വ്യാകരണപരമായിട്ട് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ രസവും മയനവും അത് ഞാൻ വേറെ രീതി നോക്കിയപ്പോൾ അതെനിക്ക് തോന്നി. ഈ രസം എന്ന് പറയുന്നതാണ് നമ്മളെ രസിപ്പിക്കുന്ന ഒന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹാസ്യമാണ്. നവരസങ്ങൾ നമ്മളെന്ന് പറയുന്നത്.